അൽഹംദുലില്ലാഹ്, വീണ്ടും ഒരു റമദാൻ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. നമുക്കതിനെ ഹൃദയം കൊണ്ട് വരവേൽക്കാം. ഈ റമദാനിൽ നമുക്ക് എന്താണ് പുതുതായി ചെയ്യാൻ കഴിയുക? വിശുദ്ധ റമദാനിൽ നമുക്ക് പരമാവധി 30 ദിവസങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ സാധിക്കുന്ന ഒരു കാലയളവാണിത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇബാദത്ത്, ആരാധനാ കർമ്മം എന്നുള്ളത് നിസ്കാരം തന്നെയാണ്. അപ്പോൾ ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, അതും ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ഒരു ശീലമാക്കി നമുക്ക് മാറ്റിയാലോ? റമദാൻ എന്ന് പറയുന്നത് ശീലങ്ങളുടെ കൂടെ മാസമാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും, അതെ, അതുപോലെ തന്നെ ഇബാദത്തിന്റെ കാര്യത്തിലായാലും, അതെ. മറ്റുള്ള എന്ത് കാര്യത്തിനായാലും. ഇത് ഖുർആൻ പറയുന്നുണ്ട്, ഒരു ജനത അവർക്ക് സ്വന്തം ട്രാൻസ്ഫോർമേഷന് വിധേയരാകാൻ താല്പര്യപ്പെടാതെ ഒരിക്കലും അള്ളാഹു ഒരു മാറ്റം അവരിൽ ഉണ്ടാക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ റമദാൻ അങ്ങനെ ഒരു മാറ്റത്തിന്റെ വഴി തുറക്കുന്ന ഒരു റമദാനായി മാറട്ടെ, അല്ലെ? അപ്പൊ ഈ റമദാനിൽ ഒരു ജമാഅത്തും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നർത്ഥം. അതെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് 30 ദിവസങ്ങൾ 30 ശീലങ്ങൾ എന്ന ഒരു പ്രമേയത്തിൽ ഇൻഷാ അല്ലാ ഈ റമദാനിനെ നമുക്ക് വരവേൽക്കാം. ഈ 30 ദിവസം ഒരു പുതിയ മനുഷ്യനാകുന്നതിൻ്റെതാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.